നാള് അവർ ഏതെങ്കിലും ഒരു ദേവനെ ആരാധിച്ചു. അവരുടെ ദേവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്നിന് കഴിവ് കുറവുണ്ട്, ചിലതിന് അതിനേക്കാൻ കഴിവുണ്ട്, ചിലതിന് അതിനേക്കാളും കഴിവുള്ള ദേവന്മാരുണ്ട്. അപ്പൊ അവരുടെ ചിന്തയിൽ എന്താ, ഇതിനേക്കാളൊക്കെ കഴിവുള്ള മറ്റൊരു ദേവനെ ഞങ്ങൾ കണ്ടു. ഇതാ മറ്റേ ഇതിനു മുമ്പുള്ള ദേവന്മാരൊക്കെ ഞങ്ങൾക്ക് ഇവിടത്തെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തരുമായിരുന്നു. എന്നാൽ ഈ ദേവൻ ഇത് അതിനേക്കാളൊക്കെ പവർഫുള്ളാ. ഈ ഒരു കാഴ്ചപ്പാടിൽ അവർ വരുന്നേ. സത്യമാ, സർവശക്തനായ ദൈവമാണ്. പക്ഷെ ഈ ദേവൻ തരുന്നത് മറ്റു ദേവന്മാർ തരുന്നത് പോലെ സെമത്തേരിക്ക് അപ്പുറമുള്ളതിൽ ഒതുക്കുകയല്ല. നിനക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരികെ തരികയാണ്. എന്തിനാണോ സൃഷ്ടിച്ചത് അതിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോവുകയാണ്, നിത്യമായി നമുക്ക് തരികയാണ്. അപ്പോൾ ജനത്തിന്റെ കാഴ്ചപ്പാട് മാറണം. ഈ കർത്താവ് തരുന്നത് വെറും നശിച്ചു പോകുന്ന ഇതും പരിപ്പും ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ളതൊന്നും ഒതുക്കുന്നതല്ല. പകരം കർത്താവ് തരുന്നത്, നിങ്ങളുടെ പിതാവ് തരുവാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഇതാ കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചു. ഏത് ദേവൻ തരും? വേറെ ഏത് ദേവൻ ഇത് ഓഫർ ചെയ്തിട്ടുണ്ട്? ഗ്ലോറി. ഇതാ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഇവിടുത്തെ നശിച്ചു പോകുന്നതിന് വേണ്ടി ഓടി നടക്കാതെ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ. ഗ്ലോറി. അപ്പോ നമ്മൾ ഈ ഇവിടെ സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവരേണ്ട, സഭയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് അന്വേഷിക്കേണ്ടത് കാണുന്നതല്ല, കാണാത്തത് വേണം അന്വേഷിക്കാൻ. ദൈവദാസന്മാരായ ഞാൻ നിങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷകരാണ്, കാണാത്തതിന്റെ ശുശ്രൂഷകരാ, ജഡത്തിന്റെ ശുശ്രൂഷകരല്ല. ഗ്ലോറി. ഇന്ന് ദൈവദാസന്മാരുടെ വലിയ പ്രശ്നം എന്നറിയാമോ? ദൈവദാസന്മാരെ ഞാൻ പല ദൈവദാസന്മാരെ വിളിച്ചു. എല്ലാവരുടെയും മൊബൈൽ എൻഗേജാ, അവരൊക്കെ തിരക്കാ. സി അതിൽ കൂടുതൽ ദേ ആർ ബിസി ഫോർ റോങ് അസൈൻമെന്റ്. തിരക്ക് കൊണ്ട് ഇതാ ഉടയവൻ പറയുന്നത് കേൾക്കാൻ വയ്യ, തിരക്ക് കൊണ്ട് കേൾക്കാൻ വയ്യ. 2000 വർഷം ഇതാ ഇങ്ങോട്ടേക്ക് അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ ശുശ്രൂഷ നടന്നിട്ട് ഇതാ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വചനം വെളിപ്പെടുന്നില്ല. തിരക്ക, എല്ലാവരും തിരക്ക. ഇതാ ദൈവദാസന്മാരെ പ്രത്യേകിച്ച് ഓർപ്പിച്ച് പറയട്ടെ, നമ്മൾ ഫ്രീ ആയിട്ട് ദൈവസന്നിധി ഇരുന്നില്ല എങ്കിൽ കർത്താവിന് നമ്മളോട് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ ജഡത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, ദൈവത്തിൽ നിന്ന് കേട്ട് ഈ ലോകത്തിൽ വിളമ്പി കൊടുക്കാനുള്ളവരാ. ഗ്ലോറി. അതുകൊണ്ട് കർത്താവിന് വചനം പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാപം മസ്റ്റ്, ഭാരം മാറ്റാത്തിടത്തോളം കാലം കർത്താവിന് വേണ്ടി നമുക്ക് ഫ്രീ ആകാൻ പറ്റത്തില്ല. അവർ ടൈം ഈസ് അവർ ലൈഫ്. നിന്റെ ജീവനെ കൊടുക്കാൻ പറഞ്ഞാൽ കർത്താവ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്റെ സമയത്തെ കൊടുക്കുക. ഗ്ലോറി. സമയമില്ലാത്തവന് ഇതാ കർത്താവ് സമയം തരാഞ്ഞിട്ടല്ല, അത് റോങ് അസൈൻമെന്റ് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഇതാ ഈ ലോകത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും, അതായത് ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജീവിതം. ഇത് ഡൈയിങ് ലൈഫാണ്, മരിക്കുന്ന ജീവിതമാണ്. ഈ മരിക്കുന്ന ജീവിതം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കർത്താവ് നമുക്ക് തരുന്നത് മരിക്കാത്ത ജീവിതമാണ്. അതിൻ്റെ പേരാണ് നിത്യമായ ജീവിതം. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് മരിക്കുന്നതാണ്, മറ്റത് മരിക്കാത്തതാണ്. ഗ്ലോറി. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ളത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നീ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നിന്റെ സുഖത്തിനോ നിന്റെ സൗകര്യത്തിനോ നിന്റെ ഇഷ്ടത്തിനോ എന്റെ പ്രോപ്പർട്ടി നീ ഉപയോഗിച്ചാൽ നീ അതിനെ കളയും. അല്ല, എന്റെ പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ തന്നത് നിന്റെ പൂർവ്വ പിതാവ് ആദത്തിന്റെ അനുസരണക്കേട് മൂലം മരണത്തിന് കീഴ്പ്പെട്ടു. പക്ഷെ കുഴപ്പമില്ല, നീ അതിനെ വിതയ്ക്കേ, എനിക്ക് വേണ്ടി ആ ജീവനെ ഇങ്ങത്താ. നിന്റെ മരിക്കുന്ന ജീവനെ 5 വർഷം കൂടി ബാലൻസ് ഉള്ളത്, 10 വർഷം കൂടി ബാലൻസ് ഉള്ളത്, 15 വർഷം കൂടി ബാലൻസ് ഉള്ളത്, 20 വർഷം കൂടി ബാലൻസ് ഉള്ള നിന്റെ മരിക്കുന്ന ജീവനെ എനിക്കായിട്ട് താ. മരിക്കാത്തതൊന്നിന് ഞാൻ നിനക്ക് തിരികെ തരാം.
ഗ്ലോറി, ഈ ഓഫർ പറഞ്ഞിട്ട് ഞങ്ങൾ ഹല്ലേലൂയ തരാം, ആരാധിച്ച കിട്ടോ എന്ന് പറഞ്ഞ് കുരുടന്മാരായി മുന്നോട്ടേക്ക് പോകല്ലേ. ഗ്ലോറി, കൊടുക്കേ ജീവനെ. ആർക്ക്? ഉടയവന്. ഓണർക്ക് തിരികെ കൊടുക്ക്. പണിത് കൈ തരും, മരിക്കാത്തതൊന്നിനെ തിരികെ തരും. ഗ്ലോറി, ഇത് വയറ്റിപ്പഴപ്പിന്റെ മാർഗമല്ല, ഇത് ജീവന്റെ മാർഗമാണ്. ജീവന്റെ മാർഗം. ഗ്ലോറി, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഒരു അല്പ ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പിനെയോ സംഘടനയെയോ പ്രസാദപ്പെടുത്തി വേണമെങ്കിൽ പോകാം. എന്ത് ഗുണം, എന്ത് ഗുണം? ഈ ജീവനെ കളയല്ലേ. ഈ ജീവനെ എൻ്റെ കർത്താവിനായിട്ടുള്ളതാ. ഈ ജീവൻ എൻ്റെ കർത്താവിനായിട്ടുള്ളതാ. ബാക്കിയെല്ലാം സെക്കൻഡറിയാ. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഇതാ ബിസിനസ് മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്നറിയാം? എൻ്റെ മനസ്സിനെ ഇവിടെ നിന്ന് മാറ്റണം, എൻ്റെ മനസ്സിനെ കർത്താവിൽ നിന്ന് മാറ്റണം. എന്നാൽ ദാറ്റ് സെക്കൻഡറി, ദാറ്റ് ഈസ് സെക്കൻഡറി. അത് സെക്കൻഡറിയാ. നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യണം, അറിയിക്കണം. ഈ നിത്യജീവന്റെ വചനങ്ങൾ നിങ്ങൾ അറിയണം, നിങ്ങളുടെ അകത്തത് വീഴണം. നിങ്ങൾ ഒരു ജീവനായി മാറണം. ആ ജീവൻ അനേകർക്ക് ജീവനായി തീരണം. ഗ്ലോറി, ഹല്ലേലൂയ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരെയും പ്രസാദപ്പെടുത്തിയിട്ട് വന്നിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറ്റില്ല. കർത്താവ് പറയുന്നു, അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. ഗ്ലോറി, അങ്ങനെ ഒരു മാർഗമാണ് ഇന്ന് നിങ്ങൾ അവലംബിച്ചുകൊണ്ട് പഠിക്കണമെങ്കിൽ വിധി ഇപ്പോഴേ വന്നു കഴിഞ്ഞു. അതുകൊണ്ടൊരു മാനസാന്തരം ആവശ്യമാണ്. ഒരു മാനസാന്തരം ആവശ്യം. അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. നോ 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 ഒരു മാനസാന്തരം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ മല്ല് കെട്ടുന്നവർ എല്ലാം ജയം പ്രാപിക്കാൻ തക്കവണ്ണം അത് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലൈഫിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഇതാ ഈ മണ്ഡലപ്രകാരം, ഈ മെത്തേഡ് പ്രകാരം ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ചതുപോലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലൂക്ക് 4:41 വായിച്ചോളൂ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം നാം പറയാതെ ഇവിടെ കെട്ടിക്കിടന്നാൽ ഉള്ള അപകടം ഇതാ വായിച്ചേ. അവൻ അവരോട്, അതിൽ തൊട്ട് മുമ്പ് വായിച്ചു ഒരു വാക്കുകൂടി, വാക്യം 42. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. ശ്രദ്ധിച്ചേ, ഇതാ ഒരു സ്ഥലത്ത് വലിയ ഹീലിംഗ് ഒക്കെ നടന്നു, ഭൂതങ്ങളൊക്കെ വിട്ടുപോയി. പുരുഷാരം വിടുവോ? ഒരു നല്ലൊരു ചർച്ച തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവസരം അവിടെ കിട്ടുകയാണ്. യേശു പോകാൻ പോവുകയാണ്. പുരുഷാരെല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു, നീയേ പോകരുത്, ഈ പാസ്റ്റർ ഇവിടുന്ന് പോകാൻ പാടില്ല, ഈ പാസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ വേണം. യേശു എന്നിട്ട് യേശുവിനെ തടുക്കുകയാ, പോകരുത് പോകരുത്. ജനത്തിന്റെ മൈൻഡ് സെറ്റ് എന്നാന്നറിയാമോ? ഇവിടത്തെ വല്ലതും കിട്ടണതാണ് ജനത്തിന്റെ മൈൻഡ് സെറ്റ്. ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് എന്താ? ജനത്തെ നിത്യമായ ദേശത്തേക്ക് കൊണ്ടുപോകണം, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. യേശുവിനെ തടുത്തു. യേശു അവരെന്താ ചെയ്തേ? അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. ഞാൻ മറ്റുള്ള പട്ടണങ്ങളില് ദൈവരാജ്യം സുവിശേഷിക്കേണ്ടത് ആകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. See what is a purpose? ഇതിനായിട്ടല്ലോ എന്നെ. അപ്പൊ ഞാൻ വന്നത് ആര് പറഞ്ഞിട്ടാ? എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ടാ ഞാൻ വന്നേ. എന്തിനാ? നിങ്ങളെ ഇവിടെ എത്തിക്കാനാ, ദൈവരാജ്യത്തിൽ. എന്നെ അയച്ചത് ഇതാ ഇനിയും വീണ്ടും ഇതാ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്തേക്ക് അവിടെ ഇരിക്കാനല്ല. ദാറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട്, ഗ്യാദറിംഗ് പാർട്ട്. ഇനി നിങ്ങൾക്കൊരു യാത്രയുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അല്ല, അത് തന്നെ ചെയ്ത് അവിടെ തന്നെ ഇരിക്കാനാണെങ്കിൽ കള്ളപ്രവാചകനായി പിടിക്കപ്പെടും. കള്ളപ്രവാചകന്റെ ലക്ഷണം അറിയാമോ നിങ്ങൾക്ക്? കർത്താവ് പറഞ്ഞേ, കള്ളപ്രവാചകന്മാരെ അറിയാമോ? നമുക്ക് ബൈബിൾ നോക്കാം അല്ലേ. കള്ളപ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിലെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഇങ്ങനെയാണ്: യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്.
അല്ലേ? യേശു രണ്ടാമത് വരികയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങൾ ഇത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന പ്രസംഗമാണ് ഇല്ലേ? ആ അടയാളങ്ങളിൽ ഇതാ പ്രധാനമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ എന്തുവാ? ഭൂകമ്പം, ഒന്നിരണ്ണം പറയാന്നേ. ക്ഷാമം, ഭൂകമ്പം, രാജ്യത്തോട് എതിർക്കുക, ആ ജാതിയോട് എതിർക്കുക, ആകാശത്തിലെ അടയാളങ്ങള്. ഇതൊക്കെ നമ്മൾ കേൾക്കല്ലേ? നിങ്ങൾക്ക് അറിയാമോ, ഇതെല്ലാം യേശു ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ. എന്നാൽ യേശു 3 പ്രാവശ്യം പറഞ്ഞിട്ട് 4ാമത്തെ വാണിംഗ് കൂടി കൊടുത്തൊരു കാര്യമുണ്ട്. അത് മിണ്ടത്ത് പോലുമില്ല. യേശു 1 പ്രാവശ്യം പറഞ്ഞത് നമ്മൾ 1000 പ്രാവശ്യം പറയും. യേശു 4 പ്രാവശ്യം പറഞ്ഞത് നമ്മൾ മിണ്ടത്ത് പോലുമില്ല. തല തിരിഞ്ഞുപോയി. നമുക്കൊന്ന് വായിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിച്ചേ. ഈ കള്ളപ്രവാചകന്മാരുടെ പ്രശ്നം, ഈ കള്ളപ്രവാചകന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ തങ്ങൾ കള്ളപ്രവാചകന്മാരാണെന്നുള്ള കാര്യം. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ കള്ളപ്രവാചകന്മാരായിരുന്നല്ലോ എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളണം. ശ്രദ്ധിച്ചേ, മത്തായിയുടെ സുവിശേഷം 27-ന്റെ 22, 23 അധ്യായത്തിൽ കർത്താവ് പറയുന്ന കാര്യം, 21 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, അന്ന് അവൻ എന്നോട് പറയും, ആര്? ദൈവദാസന്മാരെ എന്നോട് പറയും, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഇതാ പ്രവചിച്ചു. അന്ന് ഞാൻ അവരോട്